ട്രാഫിക് മേടിച്ച് ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് നേരത്തെയാണ് ഓഫീസിലോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പം ഞാൻ എന്നും ക്യാരി ചെയ്യുന്ന ഒരു പൗച്ചാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദാറ്റ് പൗച്ച്. ഇതെനിക്ക് എന്തോന്നോ വാങ്ങിച്ചപ്പോഴത്തേനും വിഷ് കെയറിന്റെ പ്രോഡക്ട്സ് വാങ്ങിച്ചപ്പോഴത്തേനും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു പൗച്ചാണിത്. ഇറ്റ് ഈസ് സോ ഹെൽപ്ഫുൾ. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൊള്ളും. ഒരു മീഡിയം സൈസ് പൗച്ചാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അധികം മേക്കപ്പ് ഒന്നും ക്യാരി ചെയ്യണ്ടെങ്കിലും ഇങ്ങനെ ഒരു പൗച്ച് നമുക്ക് വെച്ചേക്കാവുന്നതാണ്. ചെറിയൊരു ഫേസ് വാഷ് കൂടെ കയ്യിൽ വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. സോ സെറാവയുടെ ഈ ഒരു ചെറിയ ട്രാവൽ സൈസ് ഫേസ് വാഷ് ഞാൻ വെച്ചേക്കാറുണ്ട്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ എന്നും ക്യാരി ചെയ്യുന്നത് ഈ ഒരു പൗച്ചാണ്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്കൊരു ചെറിയ മേക്കപ്പ് കൂടെ ചെയ്യാം. സോ ബേസിക്കലി എനിക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ ബ്രഷ്, ഇത് എൽഫിന്റെ ആണ്. പിന്നെ പൗഡർ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്. ഇത് റിയൽ ടെക്നിക്സിന്റെ സെറ്റിംഗ് ബ്രഷ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം, പൗഡർ ബ്ലഷ് അപ്ലൈ ചെയ്യാം, പിന്നെ പൗഡർ അപ്ലൈ ചെയ്യാം, അതേപോലെ ഐ ഷാഡോ ആണെങ്കിലും അപ്ലൈ ചെയ്യാം, ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഇതിന്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൺസീലർ ബ്രഷ് ആണ്. ഇത് നൈക്കയുടെ ആണ്. ഇത് വെച്ചിട്ട് എനിക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം, കൺസീലർ, കറക്റ്റർ ഇതൊക്കെ അപ്ലൈ ചെയ്യാം. ഇതല്ലാതെ ഒരു ബ്ലഷ് ബ്രഷ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതും എൽഫിന്റെ ആണ്. ഇതെല്ലാം തന്നെ അധികം നീളമില്ലാത്ത ബ്രഷ് ആണ്. അതുകൊണ്ട് എനിക്കിത് ക്യാരി ചെയ്യാൻ ഈസിയാണ്. ലിപ് ബാം, ഇത് എനിക്ക് എപ്പോഴും അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ ലിപ് ബാം എന്തായാലും എന്റെ കയ്യിൽ കാണും. എന്റെ എല്ലാ ബാഗിലും ഓരോ ലിപ് ബാം നോക്കിയാൽ കാണാൻ പറ്റും. സോ ലിപ് ബാം ആണ് ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇപ്പൊ ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ അത്യാവശ്യമാണ്. മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണെങ്കിൽ കൂടുതൽ നല്ലത്. സോ ആദ്യം ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു കുട്ടി ട്രാവൽ സൈസ് പാക്കിലുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഇത് വൈറ്റമിൻ സി ഉള്ള മോയ്സ്ചറൈസർ ആണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി ആൻഡ് സെറമൈഡ് സൺസ്ക്രീൻ ആണ് ഡോക്ടർ ഷേത്തിന്റെ. ഡേ ടൈം ആണെങ്കിൽ മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി. ബട്ട് ഞാൻ ഇപ്പൊ ഡേ ടൈം ആയതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാണ്. ഇതൊരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഓയിലി സ്കിൻ ഒക്കെയാണ് നിങ്ങളുടെ എങ്കിൽ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സ്കിന്നിന് അധികം പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓയിലി സ്കിൻകാർക്ക് ഒരു ഓയിൽ കൺട്രോൾ പ്രൈമർ എന്തായാലും കൂടെ വെച്ചേക്കേണ്ടതാണ്. സോ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. എങ്കിലും ഞാനൊരു പ്രൈമർ ക്യാരി ചെയ്യും. ബിക്കോസ് ഐ ഹാവ് ലോട്ട് ഓഫ് പോർസ് ആൻഡ് ഫൈൻ ലൈൻസ്. സോ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കുന്ന ഒരു പ്രൈമറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് സ്മാഷ് ബോക്സിന്റെ ആണ്. ഇത് ട്രാവൽ സൈസ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കളർ കറക്റ്റർ എനിക്ക് അത്യാവശ്യമാണ്. ബിക്കോസ് എൻ്റെ അണ്ടർ ഐസ് നല്ല ഡാർക്ക് ആണ്. അപ്പം ജസ്റ്റ് കൺസീലർ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ലുക്ക് ദാറ്റ് ഗുഡ്. അപ്പോൾ സ്മാഷ് ബോക്സ് ആൻഡ് ബെക്കയുടെ ഈ ഒരു കളർ കറക്റ്ററാണ് ഞാനൊരു 2 years ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ പാൻ ആണ്. പക്ഷെ ഇറ്റ് ലാസ്റ്റ് ഫോർ ആൻ എൻറ്റയർ ലൈഫ് ടൈം. സോ കൺസീലർ ബ്രഷ് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ബേസ് പ്രോഡക്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ലിക്വിഡ് പ്രോഡക്ട്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കൈലി കോസ്മെറ്റിക്സിന്റെ ഈ ഒരു സ്കിൻ ടിന്റ് ആണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഗിവ്സ് എ നാച്ചുറൽ ലുക്കിംഗ് ഈവൻ ഫിനിഷ് ഫോർ ദ സ്കിൻ. സോ ഇതാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ പോലും കളർ കറക്റ്റർ കൺസീലറും എനിക്ക് അത്യാവശ്യമാണ്. സോ നാർസിന്റെ ഈ ഒരു റേഡിയൻ ക്രീമി കൺസീലർ, ഇതും ട്രാവൽ സൈസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരാമൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി കൺസീലറും കറക്റ്ററും എല്ലാം കൂടെ ലെയർ ചെയ്യുമ്പോഴത്തേനും ക്രീസ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ക്രീസ് ചെയ്യാതിരിക്കാൻ ഒരു പൗഡർ കോമ്പാക്ട്, ഇത് ഒരു സെറ്റിംഗ് പൗഡർ കോമ്പാക്ട് ആണ്, കവർ ഗേൾ കോസ്മെറ്റിക്സിന്റെ. ഇങ്ങനെയാണ്. ഇതിന്റെ അകത്തൊരു മിറർ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ. ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു മിനി ഐബ്രോ പെൻസിലാണ് വെച്ചിരിക്കുന്നത്. ഇത് അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ അത് സ്പൂളി ഇല്ല, അതൊരു പ്രശ്നമാണ്. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ മാനേജ്.
ഐ ഷാഡോ ആയിട്ട് ഞാൻ ഒന്നും അങ്ങനെ കരുതാറില്ല. ബട്ട് ഹൈലൈറ്റർ നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. ബോബി ബ്രൗണിന്റെ ഈ ഒരു മിനി സൈസ് ഷിമർ ബ്രിക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഐ ഷാഡോ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ക്രീം ബ്ലഷ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. നൈക്കയുടെ ഈ ഒരു ഫ്ലേർട്ടി പീച്ച് എന്ന് പറയുന്ന ബ്ലഷ് സ്റ്റിക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു കാജൽ കം ഐലൈനർ ആണെങ്കിൽ കുറച്ചുകൂടെ കോമ്പാക്ട് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ നൈക്കയുടെ IM ബോൾഡ് കാജലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പെൻസിൽ വെക്കുമ്പോഴത്തേനും ഷാർപ്പൺ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു ട്വിസ്റ്റ് അപ്പ് കാജൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സോ കെ ബ്യൂട്ടിയുടെ ഈ ഒരു ട്വിസ്റ്റ് അപ്പ് ബ്രൗൺ കാജലും ഞാൻ വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡു ദിസ്. മസ്കാര ഇല്ലാതെ എന്ത് ഐ മേക്കപ്പ്. അപ്പോൾ മസ്കാരയാണ് അടുത്തതായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് എസൻസ് കോസ്മെറ്റിക്സിന്റെ ലാഷ് പ്രിൻസസ് മസ്കാരയാണ്. സോ ലിപ് ലൈനർ ഞാനൊരു ന്യൂഡ് ലിപ് ലൈനർ ആണ് വെച്ചിരിക്കുന്നത്. മാക്കിന്റെ സ്പൈസ് എന്ന് പറയുന്ന ലിപ് ലൈനർ ആണ്. ലിപ്സ്റ്റിക് എനിക്ക് ഒരു ഓപ്ഷൻ കൊണ്ട് മതിയാവാറില്ല. അതുകൊണ്ട് 2 ഓപ്ഷൻ എപ്പോഴും കാണും. ഒന്ന് ഒരു വാം ന്യൂഡ്, പിന്നെ ഒരു കൂൾ ടോൺ ന്യൂഡ്. അപ്പോൾ ഇത് ഫെൻറ്റി ബ്യൂട്ടിയുടെ ഗ്ലോസ് ബോം സ്റ്റിക്ക് ആണ്. ബിക്കോസ് ഐ ലൈക്ക് ഗ്ലോസി ലിപ്സ്റ്റിക്സ് മോർ. ഇത് ലോറിയൽ പാരിസിന്റെ കളർ റീഷ് എന്താ സാറ്റിൻ ഫിനിഷ് ആണെന്ന് തോന്നുന്നു ഈ ലിപ്സ്റ്റിക്ക്. ഇതും കുറച്ച് ഗ്ലോസി ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂ അൺസ്റ്റോപ്പബിൾ. ഇതൊരു വാം ന്യൂഡാണ്, ഇത് കൂൾ ന്യൂഡാണ്. സോ ലെറ്റ്സ് ട്രൈ ദിസ് വൺ. ചീപ്പ് വെച്ചിരിക്കും. അതേപോലെ തന്നെ ഒരു ട്രാവൽ സൈസ് പെർഫ്യൂം. ഇത് നൈക്കയുടെ പെർഫ്യൂം ആണ്. സോ ഇതില്ലാതെയും എനിക്ക് പറ്റില്ല. ഇത് രണ്ടും മസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ അടങ്ങിയ ഈ ഒരു ഭണ്ഡാരമാണ് എന്റെ മേക്കപ്പ് ബാഗ്. മേക്കപ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ മുടി ഒന്ന് ഒതുക്കി വെക്കാൻ നിങ്ങൾ എന്ത് മന്ത്രവാദമാണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരിക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.